പ്രിയമുള്ളവരെ, ഞാൻ എം ടി രഞ്ജിത്ത്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിൽ ഡിപ്രിസിയേഷൻ എന്ന ആഡ് ഓൺ കവറേജുകളെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് NCB പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കവറേജുകളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ആഡ് ഓൺ കവറേജുകൾ നോക്കുകയാണെങ്കിൽ 10-ലധികം ആഡ് ഓൺ കവറേജുകളുണ്ട്. സാധാരണ ഒരാൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ചെയ്യുന്നത് ആഡ് ഓൺ കവറേജുകളൊന്നും ചിലപ്പോൾ എടുക്കാറില്ല. ഒരു ഫുൾ കവർ ഇൻഷുറൻസ് മതി, അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മതി എന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മനസ്സിലാക്കിയതാണ്. സാധാരണക്കാരുടെ മനസ്സിലുള്ളത്, ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ചിലവാകുന്ന, ഒരു അപകടം മൂലം വണ്ടിക്ക് ചിലവാകുന്ന തുക മുഴുവനുമായിട്ട് കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ ബമ്പർ ടു ബമ്പർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ 10ഓളം വരുന്ന, അല്ലെ 10-ലധികം വരുന്ന ആഡ് ഓൺ കവറേജുകളുടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഒരു മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ചെലവാകുന്ന തുക മുഴുവൻ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓരോ ആഡ് ഓൺ കവറേജുകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കവറേജുകളാണ് നൽകുന്നത്. അതേ രീതിയിലാണ് ഇൻഷുറൻസ് കമ്പനികൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടി 3 വർഷം തുടർച്ചയായി നമ്മൾ തന്നെ ഇൻഷുറൻസ് ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ ഒരു ആക്സിഡന്റും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 4ാമത്തെ വർഷം അടയ്ക്കുമ്പോൾ നമുക്ക് 35% ബോണസ് കിട്ടും. അതായത് നോ ക്ലെയിം ബോണസ്. ആദ്യത്തെ വർഷം ക്ലെയിം വന്നില്ലെങ്കിൽ 20% കിട്ടും. 2ാമത്തെ വർഷം ക്ലെയിം വന്നില്ലെങ്കിൽ 25% കിട്ടും. 3ാമത്തെ വർഷം ക്ലെയിം വന്നില്ലെങ്കിൽ 35% കിട്ടും. അപ്പോൾ 35% ബോണസ് ഉള്ള വണ്ടി 4ാമത്തെ വർഷം ചെയ്യുമ്പോൾ എത്രയാണോ ബോണസ് എമൗണ്ട് കുറഞ്ഞു കിട്ടുന്നത്, അത് നമ്മൾ അടുത്ത അടയ്ക്കുന്ന സമയത്ത്, 4ാം വർഷം പുതുക്കുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അത് വലിയൊരു കാര്യം. അതിനേക്കാൾ ഉപരി ഒരു താരിഫ് ഡിസ്കൗണ്ട് എന്നുള്ള ഒരു രീതി ഇൻഷുറൻസ് കമ്പനികൾ അവലംബിക്കുന്നുണ്ട്. അത് 20% തൊട്ട് 90%, 95% വരെ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. പല കമ്പനികളിലും താരിഫ് ഡിസ്കൗണ്ട് വ്യത്യാസമായിരിക്കും. ഈ താരിഫ് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിലും നമുക്ക് നോ ക്ലെയിം ബോണസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നോ ക്ലെയിം ബോണസ്, അപകടം വന്നിട്ടുണ്ടെങ്കിൽ നോ ക്ലെയിം ബോണസ് പോകും. പക്ഷേ നോ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വരുന്ന വർഷം പ്രീമിയം അടയ്ക്കുമ്പോൾ അതിൽ കുറവ് കിട്ടുന്നു. അതുപോലെ തന്നെ താരിഫ് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിലും ഈ ബോണസ് ആവശ്യമാണ്. ചില കമ്പനികളിൽ 5 വർഷമൊക്കെ ഇൻഷുറൻസ് പുതുക്കിയതിന് ശേഷം 6ാമത്തെ വർഷം ബമ്പർ ടു ബമ്പർ എടുക്കണമെങ്കിൽ നമുക്ക് 35% ബോണസ് വേണം. അപ്പോൾ പല സമയങ്ങളിലും ഈ NCB എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോണസ് പോകും. നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം ഇൻഷുറൻസ് ചെയ്തു, നമുക്ക് ഒരു അപകടവും ഉണ്ടായില്ല. 4ാമത്തെ വർഷം നമ്മൾ ഇൻഷുർ ചെയ്യുന്ന സമയത്ത് നമുക്ക് NCB 35% കിട്ടുന്നു. നിർഭാഗ്യവശാൽ 4ാമത്തെ വർഷം ക്ലെയിം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാരണം കൊണ്ടോ മറ്റുള്ളവരുടെ കാരണം കൊണ്ടോ ക്ലെയിം സംഭവിച്ചാലും ബോണസ് പോകും. അപ്പോൾ അങ്ങനെ ബോണസ് പോയിട്ടുണ്ടെങ്കിൽ 5ാമത്തെ വർഷം ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസ് 0% ആയിരിക്കും. അപ്പം 3 വർഷം ക്ലെയിം കിട്ടാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ബോണസ് 35% ബോണസ് 4ാമത്തെ വർഷം ക്ലെയിം വന്നപ്പോൾ നമുക്ക് 5ാമത്തെ വർഷം പുതുക്കാൻ നേരത്ത് നമുക്ക് 0% ആയി. 4ാമത്തെ വർഷം ക്ലെയിം ഇല്ലായിരുന്നെങ്കിൽ 5ാമത്തെ വർഷം നമുക്ക് 45% ഉണ്ടായേനെ. ഈ 3ാമത്തെ വർഷം ഇൻഷുറൻസ് പുതുക്കിയപ്പോൾ നമുക്ക് 35% നമുക്ക് ഉണ്ടായിരുന്നു. ആ വർഷം തന്നെ ആഡ് ഓൺ കവറേജ് ആയിട്ടുള്ള NCB പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന കവറേജ് ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 4ാമത്തെ വർഷം ക്ലെയിം വരുമ്പോഴും നമുക്ക് ഈ നോ ക്ലെയിം ബോണസ് നഷ്ടമില്ലാതെ പോകുമായിരുന്നു. 5ാമത്തെ വർഷം ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് 45% ബോണസ് നമുക്ക് കിട്ടുമായിരുന്നു. ഈ NCB പ്രൊട്ടക്റ്റ് എന്ന കവറേജ് ചേർത്തിട്ടുണ്ടെങ്കിൽ തുച്ഛമായ പൈസയാണ് വരിക. വണ്ടിയുടെ ഇൻഷുർ ഡിക്ലെയർഡ് വാല്യൂവിനെ IDVയെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ എമൗണ്ട് വരിക. 500 തൊട്ട് 1000, 2000, 3000 രൂപ വരെ അഡീഷണൽ വരാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒത്തിരി നല്ല ഒരു കവറേജ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളൊരു ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ആഡ് ഓൺ കവറേജ് ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ചോദിച്ച് നിങ്ങൾ വാങ്ങണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക.
പ്രീമിയം മാത്രമല്ല ബേസായിട്ട് നോക്കേണ്ടത്, നമുക്ക് ഉള്ള ആഡ് ഓൺ കവറേജുകളും പ്രധാനപ്പെട്ടതാണ്. ഒരു ബമ്പർ ടു ബമ്പർ എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിക്ക് മുഴുവനുമായിട്ടുള്ള തുക കിട്ടത്തില്ല. ഈ 10ലധികം വരുന്ന ആഡ് ഓൺ കവറേജുകളൊക്കെ അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഒരു തുക കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആഡ് ഓൺ കവറേജ് ചോദിച്ച് മനസ്സിലാക്കി വേണമെന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒത്തിരി നന്ദി. അറിയില്ലാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. അടുത്ത വീഡിയോയിൽ അടുത്ത ആഡ് ഓൺ കവറേജുകളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.